അപ്പന് തീരെ സുഖമില്ല. ഞാൻ വരാം. ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ എന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പലയുടെ മുകളിൽ നിന്ന് പോയി ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കെന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. ഒരു ഷർട്ട് ഇട്ടൂടെ? ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ആനത്തടി. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകാനുള്ളതാ. അമ്പട്ടാ, എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ, അതല്ല എന്റെ തൊഴിൽ. ആ വേലയ്ക്ക് 2 പിള്ളേരെ കിട്ടിയാ കൊള്ളായിരുന്നു. ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേഷനുമാണ്. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്കിയ പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. ആ എടാ, അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണം നേരം വേഗം പറ്റുമോ? തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് ഒരു 5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുവേല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചു വിടും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരെ 27 പിടിച്ചു. അവന് തലവൊന്ന് മുട്ടയടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്ട്. എത്ര വഴിക്ക് വാ. സായിപ്പേ, നമ്മളെ പന കയറിയിരുന്ന കുട്ടം മരിച്ചുപോയി. അറിഞ്ഞു. പകരം ഒരാളെ വെക്കണം. എന്റെ വകയിലൊരു അനിയൻ പന കയറിയുണ്ട്. വേണ്ട, നമുക്ക് മുത്തറ വയ്ക്കാം. അയ്യോ, അവൻ വലിയ ചട്ടമ്പിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ വയ്ക്കുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും. പക്ഷെ അവനൊരു അതൊന്നും സാരമില്ല. ഇന്ന് തന്നെ പോയി
നീ അവനെ വിളിച്ചോണ്ട് വരണം. അയ്യോ ഞാനോ? പറയുന്ന അനുസരിക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, നാളെ എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. എന്തിനാ? പെണ്ണ് കാണാനാണോ? നന്നായിട്ട് സൂചിച്ചിട്ട് മതി. നേരത്തെ പോയി പെണ്ണൊന്നും കെട്ടിക്കളാറ്. എന്തോ ഇത്? ഇഷ്ടായോ? ആ, എവിടുന്ന ഇത്? ചന്തന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ. വലിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ നോട്ടെ. ഇറക്ക്. ദാ ഇറക്ക്. ഓക്കേ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. ഓ, വെറുതെ രൂപ അത്രയും പോയി. ആ സാരമില്ല, നീ വന്നേ. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ വിട്ടു പോകും. എടി ഒന്ന് ഊരി തമിച്ചുമ്പോ. എന്താ മോളെ? ഓ, മനസ്സിലായി. മോളിനി വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താ അമ്മേ? പെൺപിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ. എന്താ പറയാ? എന്താ? സായിപ്പിന്റെ പന കയറാൻ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പന കയറില്ല. നേരാണോ? സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ല, കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ വരാം. അന്ന് ഞാൻ നിന്നെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ? അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണോ? അനുഭവിച്ചോ അനുഭവിച്ചോ. ശരി, നാളെ മുതൽ മുത്തൻ പനക ഒരുക്കോളൂ. ആണ്ടിൽ എനിക്ക് 100 രൂപ എന്നാ മതി, ബാക്കി ആദായം മുഴുവൻ മുത്തൻ എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ മുത്തന് നല്ല ലാഭം കിട്ടും അല്ലേ? ഓ, നല്ല ലാഭം കിട്ടും. എന്നാ നാളെ മുതൽ കയറിക്കോ. ഓ ശരി.